ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ജസ്സ എഴുതിയിരിക്കുന്നൊരു മെയിലിൽ കിടക്കാം. മാഡം, എൻ്റെ പേര് ജസ്സ, 26 വയസ്സ്. വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞു. ഞാൻ സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. ഇഷ്ടംപോലെ പണം ചെറുപ്പം മുതലേ ഉണ്ട്. അതിൻ്റെ ധാരാളത്വത്തിൽ ജീവിച്ചവളാണ് ഞാനും എൻ്റെ സഹോദരന്മാരും. എൻ്റെ 2 സഹോദരന്മാരും വിദേശ രാജ്യങ്ങളിൽ സെറ്റിൽഡാണ്. അവർ എന്നേക്കാൾ കുറച്ചൊക്കെ മൂത്തവരാണ്. ഒരാൾ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഒരാൾ കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷേ 2 ആൺമക്കളെയും വിദേശത്ത് പഠിപ്പിക്കണമെന്ന് എൻ്റെ ഡാഡിക്ക് നിർബന്ധമായിരുന്നു. എൻ്റെ ഡാഡിയും മമ്മിയും കാണാൻ നല്ല സുന്ദരനും സുന്ദരിയുമാണ്. പണ്ട് തൊട്ട് എല്ലാവരും പറയും അവരെ കാണാൻ നല്ല ജോഡിപ്പൊരുത്തമുണ്ടെന്ന്. പക്ഷേ എൻ്റെ മമ്മിക്ക് എന്തുകൊണ്ട് ഡാഡിയെ പേടിയാണ്. അത്രയധികം ഒന്നും സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഡാഡി ഭയങ്കര സ്ട്രിക്റ്റാണ്. പുള്ളി പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കണം. എന്നോട് ഇളയ മകളായതുകൊണ്ട് കുറച്ചൊക്കെ അയഞ്ഞ സമീപനമാണ്. പക്ഷേ സഹോദരന്മാരോട് അങ്ങനെയല്ല. വളരെ സ്ട്രിക്റ്റ് ആയിരുന്നത് കൊണ്ടാണ് അവർക്ക് വിദേശ രാജ്യത്ത് പഠിക്കുകയും സെറ്റിലാകുകയൊക്കെ ചെയ്യേണ്ടി വന്നത്. അത് ഒരു കണക്കിന് നന്നായി. ഡാഡിയുടെ സാമ്പത്തിക നില ഒന്നുകൂടി മെച്ചപ്പെട്ടു. ഇപ്പോഴും എല്ലാ മാസവും 2 പേരും ഇഷ്ടം പോലെ പണം അയച്ചു കൊടുക്കും. ഞാൻ ഡിഗ്രിക്ക് തൊട്ട് വിദേശ രാജ്യത്ത് പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ മമ്മി സമ്മതിച്ചില്ല. അങ്ങനെ എല്ലാവരും കൂടി ദൂരദേശത്ത് പോയി പഠിക്കണ്ട, ഇവിടെ ആരെങ്കിലും വേണം, ആൺമക്കളെങ്കിലും ഇവിടെ നിൽക്കുമെന്ന് വിചാരിച്ചു. അത് നിന്നില്ല. നിന്നെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞു. ഡാഡിക്കും ഏകദേശം അതേ മനസ്സായിരുന്നു. എന്നെ ദൂരെങ്ങും വിടാൻ താല്പര്യമില്ല. ഒരിക്കൽ എന്നോട് പറഞ്ഞു, PG കഴിയുമ്പോൾ നിന്റെ കല്യാണം ഞാൻ നടത്തും. നാട്ടിൽ തന്നെ സ്ഥിര ജോലിയുള്ള ചെക്കനെയായിരിക്കും നിനക്ക് വേണ്ടി നോക്കുന്നത്. ഇവിടുന്ന് 1 കിലോമീറ്റർ അകലെ, അതിൽ കൂടുതലൊന്നും നിന്നെ കെട്ടിച്ചു വിടില്ലെന്ന് പറയും. പിന്നെ ആരെയും പ്രേമിക്കരുതെന്നും വാണിങ്ങി തന്നിരുന്നു. എന്നാലും എനിക്ക് അല്ലറ ചില്ലറ പ്രേമബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഞാനതൊക്കെ സ്വകാര്യമായി ആസ്വദിക്കുകയും ചെയ്യുമായിരുന്നു. ഡാഡിയും മമ്മിയും അവരവിടെ ഇരുന്നോട്ടെ, കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ നോക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. എൻ്റെ കാമുകന്മാരോട് ഞാൻ പറഞ്ഞിരുന്നു, എന്തായാലും കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് മാക്സിമം നമുക്ക് എൻജോയ് ചെയ്ത് നടക്കാം. പക്ഷേ കല്യാണം കളവാണെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് നടക്കില്ല. അതുകൊണ്ട് ആ കാര്യം മാത്രം പറയരുത്. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ സന്തോഷത്തോടെ നടക്കുക, അതേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും ഒരേ സമയം 2 കാമുകന്മാരുമായി മുന്നോട്ട് പോകാൻ എനിക്ക് യാതൊരു മടിയുമില്ല. എന്തായാലും കല്യാണം കഴിക്കുന്നില്ല. അവർ 2 പേരും ഇങ്ങോട്ട് വന്ന് എന്നെ പ്രൊപ്പോസ് ചെയ്താണ്. അവരെ 2 പേരെയും ഞാൻ വിഷമിപ്പിച്ച് മടക്കി അയച്ചില്ല. 2 പേർക്ക് ഞാൻ സമയം കൊടുത്തു. 2 പേരും എൻ്റെ ഇഷ്ടനായകന്മാരായിരുന്നു. ഒത്തിരി സ്ഥലങ്ങളിൽ പകൽ സമയത്ത് മാത്രം ഞങ്ങൾ അടിച്ചു പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് മുമ്പ് എല്ലാ കളരി അടവുകളും ഞാൻ അഭ്യസിച്ചിരുന്നു. വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ നല്ലൊരാളായിരിക്കണം, എൻ്റെ വൈബിൻ്റെ കൂടെ ചേർന്ന് നിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എൻ്റെ ചോയ്സിൽ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അതിനൊന്നും ഡാഡി സമ്മതിക്കില്ല. അങ്ങനെ കുറേ തിരിഞ്ഞ ശേഷമാണ് സർക്കാർ ഉദ്യോഗസ്ഥനായ എൻ്റെ ഹസ്ബൻഡിനെ 25 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് എൻ്റെ ഡാഡി കണ്ടുപിടിക്കുന്നത്. പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ സുന്ദരനാണ്, കൊള്ളാം, ഒരു പ്രശ്നങ്ങളും എനിക്ക് തോന്നിയില്ല. എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒരു വൈബ് സെറ്റാകണമല്ലോ. അതുകൊണ്ട് കല്യാണം എത്ര നാളേക്ക് നീട്ടിവെക്കണമെന്ന് ഞാൻ ഡാഡിയോട് പറഞ്ഞു. ഡാഡി ഇത് സമ്മതിക്കുകയും ചെയ്തു. ഞാനും എൻ്റെ ഭാവി വരനും തമ്മിൽ ഇടയ്ക്ക് കാണും, സംസാരിക്കും. പക്ഷേ ഞങ്ങൾ തമ്മിൽ മറ്റു കാര്യങ്ങളൊന്നും പറയാൻ ഉള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. കാര്യം അദ്ദേഹം ആ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയില്ല. നല്ല സ്നേഹമായി പെരുമാറും. അത് ഒരു നല്ല പുരുഷൻ്റെ ശീലമാണെന്ന് ഞാൻ കരുതി. അങ്ങനെ ഞങ്ങളുടെ കല്യാണം വളരെ ആർഭാടത്തോടുകൂടി കഴിഞ്ഞു മാഡം. പക്ഷേ ആദ്യ ദിവസം തന്നെ ഞാൻ തിരിച്ചറിഞ്ഞു, ഒന്നുമില്ല. എനിക്ക് പ്രതീക്ഷിക്കത്തക്ക ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. പല കടലും കണ്ടുവന്ന എനിക്ക് തിരയടയ്ക്കാത്ത ഈ കടൽ കണ്ടു കഴിഞ്ഞപ്പോൾ വല്ലാത്ത നിരാശയായിരുന്നു. ആദ്യമൊന്നും ഞാനൊന്നും പറഞ്ഞില്ല. ഒരു 2 മാസത്തോളം ഞാൻ ഉള്ളത് കൊണ്ടോണം പോലെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാവം മാറി. കാര്യം, മുന്നേയുള്ള എക്സ്പീരിയൻസുകൾ എന്നെ മാറ്റിമറിച്ചിരുന്നു. എനിക്ക് എന്തൊക്കെയോ കിട്ടാനുണ്ട്, ഇനിയും വേഗം വേണം എന്നുള്ളതായിരുന്നു. സമയദൈർഘ്യവും എനിക്കൊരു പ്രശ്നമായിരുന്നു. ആശിച്ചു കൊതിച്ച് തിളച്ചിരിക്കുന്ന പായസം 2 ഗ്ലാസ് വേണം. പക്ഷേ അവസാനം വന്നപ്പോൾ 2 തുള്ളിയേ കിട്ടിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും വിഷമം തോന്നില്ലേ? അതേ അവസ്ഥയായിരുന്നു എനിക്ക്. പലതവണ ഭർത്താവിനോട് ഞാൻ മയത്തിൽ പറഞ്ഞു നോക്കി, ഇങ്ങനെ പോരാന്ന്. അപ്പോൾ നിനക്ക് മുൻപ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, നീ വേറൊരു ടൈപ്പാണെന്ന് വിവാഹത്തിന് മുമ്പേ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞതാണ്. ഞാനത് കേട്ടില്ലെന്ന് പറഞ്ഞ് എന്നെ ആക്ഷേപിക്കുന്ന പോലെ സംസാരിച്ചു മാഡം. അതെനിക്ക് ഒത്തിരി ഹർട്ടായി.
ഒരു പക്ഷേ അഹങ്കാരിയാണ് ഞാനെന്ന് മാഡം പറയും. ഭർത്താവിനെ ഒന്ന് ശരിയാക്കി കൊണ്ടുവരേണ്ടത് ഭാര്യയുടെ കടമയാണ് എന്നൊക്കെ പറയും. ശരിയാണ്, പക്ഷേ എനിക്ക് ആ കാലഘട്ടത്തിൽ ഒന്നും ചിന്തിക്കാൻ പറ്റിയില്ല. ഭർത്താവ് അതിശയിച്ച് പറഞ്ഞത് ഒരു കണക്കിന് ശരിയാണ്. എനിക്ക് മുന്നനുഭവങ്ങളുണ്ട്. പക്ഷേ എന്ന് വെച്ച് മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാമോ? അപ്പോൾ ആ ദേഷ്യവും എല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു എനിക്ക് അങ്ങനോട് ജീവിക്കാൻ പറ്റില്ലെന്ന്. ഇത് കേട്ട് ഡാഡിയും മമ്മിയും ശരിക്കും എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു, പൊട്ടിത്തെറിച്ചു. ആവശ്യമില്ലാതെ നിനക്ക് സ്നേഹം തന്ന് വളർത്തിയതിൻ്റെ കുഴപ്പമാണ്, ഭർത്താവിൻ്റെ കൂടെ അടങ്ങി ഒതുങ്ങി നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് എന്നെ ഒത്തിരി വട്ടം നിർബന്ധിച്ച് തിരിച്ചു പോകാൻ. ഞാൻ പറഞ്ഞു പോകില്ല, എനിക്ക് പോകാൻ പറ്റില്ല, അങ്ങേരുമായി അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റില്ലെന്ന് പറഞ്ഞു. അവസാനം അമ്മ എന്നോട് ചോദിച്ചു യഥാർത്ഥത്തിലുള്ള കാരണം പറ. മമ്മി കൂടുതൽ നിർബന്ധിച്ചപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു. മമ്മി ഉടനെ മൂക്കിൽ വിരൽ വെച്ചു. എൻ്റെ ദൈവമേ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എടീ, ഭാര്യയും ഭർത്താവുമാണെങ്കിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഭർത്താക്കന്മാരോട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ പാടില്ലെന്ന്. അപ്പോൾ സ്ത്രീക്ക് ഇതൊന്നും ആവശ്യമില്ലെന്നാണോ അമ്മ പറയുന്നത്? എനിക്കറിയില്ല, ഞാൻ നിന്റെ ഡാഡിയോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്തത് മമ്മിയുടെ തെറ്റാണ്. എനിക്ക് ആവശ്യമുള്ളത് ഞാൻ പറയും, അതൊട്ട് കിട്ടുന്നുമില്ല. എനിക്ക് അങ്ങനോട് ജീവിക്കാൻ താല്പര്യമില്ല. ഇനിയിപ്പം നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ അങ്ങേരെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ശരിയാക്കി തരാൻ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകൂ, അല്ലാതെ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. ഇത് അതേപടി ഡാഡിയോട് മമ്മി പറഞ്ഞു. അപ്പോഴേക്ക് ഡാഡി എൻ്റെ റൂമിൽ വന്നിട്ട് എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. ഞാനപ്പോൾ ഡാഡിയോട് തർക്കിച്ചു. പറ്റില്ല, ഇങ്ങനെ ജീവിക്കാനല്ല ഞാൻ പോയത്. എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം. അവിടെ ജീവിക്കുന്നതും ഇവിടെ നിൽക്കുന്നതും എനിക്ക് ഒരുപോലെയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഡാഡി ഒന്ന് അടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഡാഡി മമ്മിയോട് പറഞ്ഞു എന്തായാലും ആണെന്ന് പറയുമ്പോൾ അയാൾക്ക് ചില കഴിവുകളൊക്കെ വേണം. ഇപ്പോഴത്തെ കാലത്തെ പെണ്ണുങ്ങൾ പണ്ടത്തെ പോലെയല്ല. അപ്പോൾ മമ്മി തിരിച്ചു നോക്കിയാണ് നിങ്ങൾക്ക് എന്ത് വലിയ കഴിവാണ് ഉണ്ടായിരുന്നതെന്ന്. അതോടുകൂടി അവർ രണ്ടുപേരും കൂടി വഴക്കായി. എന്തായാലും ഞാൻ സമാധാനിപ്പിച്ചു. നിങ്ങളുടെ കഴിവുകളെപ്പറ്റി എനിക്കറിയേണ്ട കാര്യമില്ല. എൻ്റെ ഭർത്താവിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് യാതൊരു സാറ്റിസ്ഫാക്ഷനുമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകില്ല. ഇനിയിപ്പോൾ അങ്ങേര് നന്നായി വരാമെന്ന് പറഞ്ഞാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. അതിനങ്ങേർക്ക് ട്രീറ്റ്മെൻറ്റോ എന്ത് വേണമെങ്കിലും നിങ്ങൾ മുൻകൈ എടുത്തു കൊടുത്തു. ഞാൻ ഒരവസരം കൊടുത്തില്ലെന്ന് ഒരിക്കലും പറയണ്ട എന്ന് പറഞ്ഞു. എന്തായാലും എല്ലാം ഒന്ന് ആറി തണുത്ത് കഴിഞ്ഞപ്പോഴേക്കും അങ്ങേർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ഞാൻ കൂടെ ചെല്ലണം. പിന്നെ കൗൺസിലിങ് അങ്ങനെ എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞു. അതിനൊക്കെ ഞാൻ കൂട്ടുനിന്നു. ഇനി എന്തായാലും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകില്ല. എല്ലാം ശരിയാകുന്നത് വരെ എൻ്റെ വീട്ടിലാണ് താമസമെന്ന് പറഞ്ഞു. ഭർത്താവ് ആഴ്ചയിൽ 3-4 ദിവസം ഇവിടെ വന്ന് താമസിക്കും. എന്തായാലും കൗൺസിലിങ്ങും മരുന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി മാഡം. പക്ഷേ എന്തോ എവിടെ ഒരു തകരാറ് പോലെ ഒന്നും അങ്ങോട്ട് ചേർന്ന് പോകുന്നില്ല. പിന്നെയും ജീവിതം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊക്കെ അഭിനയിച്ചു. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് വേണ്ടതല്ല, എനിക്ക് വേണ്ടത് കിട്ടുന്നില്ല എന്നുള്ള ഫീലിംഗ് തന്നെയായിരുന്നു. പിന്നെയും ഞാൻ ഓർത്തു സ്നേഹമുള്ളൊരു മനുഷ്യനെ ഒത്തിരി ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ലല്ലോ. എൻ്റെ മനസ്സും കുറച്ച് അയഞ്ഞു വന്നു. അമ്മയാണെങ്കിൽ മരുമകനെ നന്നായി സൽക്കരിക്കും. മോനെ, ഇതൊന്നും ഒരു പ്രശ്നമല്ല, ആ മരുന്ന് കഴിച്ചാൽ മാറും. ആയുർവേദത്തിൽ ഇതിനു വേണ്ടി സ്പെഷ്യൽ മരുന്ന് തയ്യാറാക്കി തരുന്ന ഒരു വൈദ്യനെ എനിക്കറിയാം, ഞാൻ നോക്കാമെന്നൊക്കെ പറയും. എൻ്റെ ഭർത്താവിന് അതൊക്കെ കേൾക്കുമ്പോൾ ചമ്മലാണ്. എങ്കിലും അമ്മ അത് നന്നായി മാനേജ് ചെയ്യും. ഒരു ദിവസം അമ്മയുടെ ഇത്തരം കാര്യങ്ങളൊക്കെ അധികമായപ്പോൾ അമ്മയെ വിളിച്ചിർത്തി ഞാൻ പറഞ്ഞു ശരിയാണ്, കാര്യങ്ങളൊക്കെ ആക്കാൻ മരുന്ന് കാണുമായിരിക്കും. പക്ഷേ തറ പറ്റി വളരുന്ന പുല്ല് കൊന്നത്തേങ്ങാക്കാൻ മരുന്നിട്ടിട്ട് ഒരു കാര്യമില്ല മമ്മി എന്ന് പറഞ്ഞു. മമ്മി എപ്പോഴേക്കും ചാടിത്തുള്ളി, എടി നല്ലൊരു ചെറുക്കൻ, നല്ല തണ്ടും തടിയുണ്ട്, എന്തെങ്കിലും ഇത്തിരി കുറവുണ്ടെങ്കിൽ അത് വേറെ കാര്യങ്ങളിൽ കൂടി സ്ത്രീകൾ അഡ്ജസ്റ്റ് ചെയ്യണം. നിനക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിയും വിവരവുമില്ലേ? ഇത്രയും കാര്യങ്ങളും വീഡിയോ ഒക്കെ കണ്ടിട്ടാണല്ലോ നീ കിടന്ന് തുള്ളുന്നത്. അതോ ഇനി അവൻ പറഞ്ഞതുപോലെ നിനക്ക് കോളേജിൽ പഠിക്കുമ്പോൾ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോടി? നീ കറങ്ങി നടക്കായിരുന്നോ? രാവിലെ ഇറങ്ങിപ്പോകും, വൈകിട്ട് തിരിച്ചു വരും. നീ ഇങ്ങനെ വഷളായെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അവൻ പറഞ്ഞതിൽ നല്ല കാര്യമുണ്ടടി എന്നൊക്കെ പറഞ്ഞ് എന്നോട് കലഹിച്ചു. അവസാനം ഞാൻ പറഞ്ഞു കാര്യമുണ്ടെങ്കിൽ കാര്യമുണ്ട്, എന്തായാലും ഞാൻ അനുഭവിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അത് നേരെയാകാതെ എൻ്റെ മനസ്സിന് ഒരു ആശ്വാസവും കിട്ടില്ല. പക്ഷേ എനിക്കറിയാം എൻ്റെ പഴയ കാമുകന്മാരെ പോലെയാകാൻ എൻ്റെ ഭർത്താവിന് കഴിയില്ല. എന്നാലും അപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ഭയങ്കര ദേഷ്യമായിരുന്നു. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് ഹസ്ബൻഡിന് ട്രാൻസ്ഫർ വന്നത്. അദ്ദേഹം ആ ജില്ലയിലേക്ക് പോവുകയാണ്. ഞാൻ കൂടെ ചെല്ലുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നോളാമെന്ന് പറഞ്ഞു.
സത്യം പറഞ്ഞാൽ വിവാഹമോചനത്തിന് പകരം ദൈവം അനുവദിച്ചു തന്ന ഒരു സംഗതിയാണ് ട്രാൻസ്ഫർ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് ഭർത്താവും ഞാനും അവിടെയും ഇവിടെയായി നിന്നു. ഞങ്ങൾ പിന്നീട് അധികം ഒന്നും സംസാരിക്കാറില്ല. ഉണ്ടോ, കഴിച്ചോ, അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാലായി. അല്ലാതെ ഒന്നിനെക്കുറിച്ച് ഡിസ്കഷൻ ഇല്ല. അദ്ദേഹം മാസത്തിലൊരിക്കൽ വരും, അത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനോടോ വീട്ടുകാരോടോ പറയാൻ ഞാൻ പോയില്ല. എല്ലാവർക്കും മനസ്സിലായി ഞങ്ങൾക്കിടയിൽ നല്ല അകലമുണ്ടെന്ന്. എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയാണെന്നും. ഞാൻ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ചില മാറ്റങ്ങളൊക്കെ വന്നു. എൻ്റെ ഡാഡിയിലെ കൂട്ടുകാരുമായിട്ടൊക്കെ വന്ന് മുകൾ നിലയിലിരുന്ന് മദ്യപിക്കാനൊക്കെ തുടങ്ങി. പുള്ളി മദ്യപിക്കുന്ന ആളാണ്, സോഷ്യലൈസ് ചെയ്യുന്ന ആളാണ്, അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇന്ന് വരെ ഒരു കൂട്ടുകാരെയും വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. എൻ്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ കണ്ടിട്ടേ ഇല്ല. പാർട്ടിയും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴേക്കും അദ്ദേഹം കുടിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്വന്തമായിട്ട് മുറിയിൽ വെച്ച് കുടിക്കാറുണ്ട്. പക്ഷേ കൂട്ടുകാരെ വിളിച്ചോണ്ട് വരിക എന്നുള്ളത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. പക്ഷേ ഇപ്പോഴങ്ങനെ ചെയ്യുന്നുണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ കൂട്ടുകാർ വരും. മുകളുടെ നിലയിൽ ബാൽക്കണിയിലൊക്കെ ഇരുന്ന് അവർ ഭയങ്കര ശബ്ദമുണ്ടാക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യും. മമ്മി ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി അവർക്ക് കൊടുക്കുകയും ചെയ്യും. ഒരു ദിവസം മമ്മിയോട് ഞാൻ ചോദിച്ചു, അല്ല മമ്മി, ഇതെന്താ പുതിയ രീതിയിൽ? പണ്ടൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നല്ലോ, ഒരു ഫ്രണ്ട്സ് പോലും ഇവിടെ വരില്ലായിരുന്നല്ലോ എന്ന്. അപ്പോൾ മമ്മി പറഞ്ഞു, അന്ന് നീ ഇവിടെ പ്രായപൂർത്തിയായ പെണ്ണായി പുര നിറഞ്ഞ് നിൽക്കുകയല്ലേ, വല്ലവരെയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? നീ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ പോയതിൽ പിന്നാണ് ഡാഡി ഫ്രണ്ട്സിനെ ഇവിടെ കൊണ്ടുവരാൻ തുടങ്ങിയത്. അപ്പോൾ അമ്മയുടെ പുര നിറഞ്ഞ് നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലേ? ഒന്ന് പോടി, കെട്ടിക്കാൻ പ്രായമായ പെണ്ണ് നിൽക്കുമ്പോഴാണോ ആണുങ്ങൾ വരുന്നത്? അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ കെട്ടിച്ചു കഴിഞ്ഞാൽ പെണ്ണിൻ്റെ പ്രോബ്ലംസൊക്കെ പോകുമോ എന്ന് ചോദിച്ചപ്പോൾ മമ്മി പറഞ്ഞത് ഇങ്ങനെയാണ്, കെട്ടിക്കഴിഞ്ഞാൽ ഭർത്താവുണ്ടല്ലോ, ഒരു നാഥനുണ്ടല്ലോ. ഭർത്താവും ഭാര്യയും അടങ്ങി ഒതുങ്ങി കഴിയുമെന്ന് ആളുകളെ വിചാരിക്കും. അല്ലാ നിൽക്കുമ്പോൾ പുര നിറഞ്ഞ് തൊട്ടാൻ പൊട്ടാൻ ഭാഗത്തിൽ നിൽക്കുകയല്ലേ പെണ്ണ് എന്നായിരിക്കും എല്ലാവരും വിചാരിക്കുക. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു. അപ്പോൾ ഭർത്താവുണ്ട്, ഭാര്യ ഉണ്ടെന്നുള്ള രീതിയിൽ രഹസ്യമായിട്ട് എന്ത് തോന്നിയാസം വേണമെങ്കിലും കല്യാണം കഴിച്ചവർക്ക് കാണിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മമ്മി പറഞ്ഞു, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഭാര്യയുടെയും ഭർത്താവിൻ്റെ റിസ്ക്കാണ്. നിൻ്റെ ഭർത്താവ് അറിയാതെ നീ എന്തെങ്കിലും തരയുടെ കാണിച്ചു കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്താൽ നിനക്ക് കൊള്ളാം. അവനും അങ്ങനെ തന്നെ. പരസ്പരം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അടിയും വഴക്കും വക്കാനോ ഡിവോഴ്സോ ഒക്കെ ആകും. അവനവൻ്റെ ജീവിതം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അടങ്ങിയിരിക്കുക, അല്ലെങ്കിൽ അവനവൻ്റെ കാര്യങ്ങൾ സമർത്ഥമായി മാനേജ് ചെയ്യുക. മമ്മിയുടെ സാരോപദേശം കേട്ട് ഞാൻ മമ്മിയുടെ കവിളിൽ ഒരു നുള്ളു കൊടുത്തു. മമ്മിയപ്പോൾ ചില്ലറക്കാരിയല്ല, കല്യാണം കഴിച്ചെന്നുള്ള ലേബലിൽ ഇവിടെ എന്തെല്ലാം നടന്നു കാണും എന്ന് ഞാൻ ചോദിച്ചു. എന്നെക്കുറിച്ച് തോന്നിയ ദിവസം പറയുന്നോടി, നിനക്ക് ഞാൻ ഒരു ഉപദേശം തന്നത് ഞാൻ എൻ്റെ ഭർത്താവിനെ മാത്രം നോക്കി ജീവിച്ചവളാ കേട്ടോ. നിന്നെപ്പോലെ അല്ല. ഈ കുടുംബത്തിൽ എങ്ങനെ ഇങ്ങനെ ഒരെണ്ണം വന്ന് പിറന്നോ എനിക്കറിയില്ലേ. എനിക്ക് തോന്നുന്നത് മമ്മിയുടെയോ ഡാഡിയുടെയോ ആരുടെ ഒരു സ്വഭാവം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ്. അത് കേട്ടിരിപ്പോഴേക്കും മമ്മി പൊട്ടിത്തെറിച്ചു. ഇടേ, നീ എന്നെ ചൊറിയാൻ വരുന്നതാണെന്ന് എനിക്കറിയാം. നിന്നെ വളർത്തിയത് ശരിയായില്ല, അത് എൻ്റെ കുറ്റം കൂടിയാണ്. എന്തായാലും എനിക്കൊരു ആശ്വാസമുണ്ട്. ഡാഡിയുടെ ഫ്രണ്ട്സ് ചെറുപ്പക്കാരല്ലോ, 45, 50, 55 ഒക്കെ വയസ്സുള്ള ആണുങ്ങളാണല്ലോ. ചെറുപ്പക്കാർ വല്ലതുമായിരുന്നെങ്കിൽ നീ അവരെപ്പോലും വെറുതെ വിടില്ലെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ 45, 50, 55 വയസ്സിലൊന്നും ഒന്നും വർക്കൗട്ടാകില്ലേ മമ്മി? പക്ഷേ മമ്മിക്കറിയാത്തൊരു കാര്യമുണ്ട്. ഇപ്പോഴില്ലേ പ്രായം കൂടിയ സ്ത്രീകൾക്കും പ്രായം കൂടിയ പുരുഷന്മാർക്കുമാണ് ഡിമാൻഡ്. എടീ, നീ അതല്ല, അതിൻ്റെ അപ്പുറത്തെ ഡിമാൻഡ് വേണമെങ്കിൽ ഉണ്ടാക്കുന്ന ടൈപ്പാണ്. മര്യാദയ്ക്കൂടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞു. മേളത്തെ ബാൽക്കണിയുടെ സൈഡിലേക്ക് നീ പോകുകയേ ചെയ്യരുത്. നല്ലൊരു പയ്യൻ, നല്ല സർക്കാർ ജോലിയുമുണ്ട്. അവൻ്റെ കൂടെ പോയി വല്ല ഫ്ലാറ്റും എടുത്ത് അവിടെ താമസിക്കുന്നതിന് പകരം അവൾ ഇവിടെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് എന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ട് മമ്മി അങ്ങ് കയറിപ്പോയി. ഞാൻ സിറ്റ് ഔട്ടിൽ ഫോണും തോണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴുണ്ട് മുകളിൽ നിന്ന് ഡാഡിയുടെ ഒരു കൂട്ടുകാരൻ ഇറങ്ങി വന്നു. 40-48 വയസ്സുള്ള ഒരാളാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളി കളരിപ്പയറ്റോ ഈ കുങ്ഫുവോ അങ്ങനെയൊക്കെയുള്ള ആയോധന കലകളുടെ ഒരു മാസ്റ്ററാണ്. അതിൻ്റെതായ ഒരു മെച്ചം ശരീരത്തിൽ കാണാനുണ്ട്. നല്ല ഫിറ്റ് ബോഡി. അതുമാത്രമല്ല സൗന്ദര്യം നന്നായിട്ടുണ്ട്. മിക്കവാറും ഇവിടെ വരുമ്പോൾ ടൈറ്റ് ജീൻസ് ആയിരിക്കും ഇട്ടിരിക്കുക. അതുമാത്രമല്ല സ്ത്രീകൾ മുൻപ് മാത്രമല്ലല്ലോ പിൻപും നന്നായി നോക്കും. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് നല്ല ഷേപ്പുള്ളൊരു ബോഡി ഷേപ്പ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. 50 വയസ്സ് ശരിക്കും യുവാവാണ്, അല്ലാതെ മധ്യവയസ്കനൊന്നുമല്ല. ഇദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും എന്താണ് ചാം. അമ്മയോട് ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ശരിക്കും പ്രായമുള്ളവർക്കാണ് മാർക്കറ്റെന്ന്. നാക്കെടുക്കുന്നതിന് മുമ്പ് അതേപോലൊരാൾ എൻ്റെ മുന്നിൽ വരികയും ചെയ്തു.
പുള്ളിക്കാരൻ എന്നെ നോക്കി ചിരിച്ചിട്ട്, മോളെ ഹസ്ബൻഡ് മലപ്പുറത്തല്ലേ വർക്ക് ചെയ്യുന്നത്? നല്ല സ്ഥലമാണ് കേട്ടോ, ഞാൻ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു, മോള് പോകുന്നില്ലേ കൂടെ എന്ന്. എനിക്കറിയാം ഡാഡി ഇതൊക്കെ അവരുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞു പോകണം, അദ്ദേഹം അവിടെ ഒരു ഫ്ലാറ്റ് നോക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് പോകുന്നുള്ളെന്നും. ഓക്കെ മോളെന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ നോക്കി ചിരിച്ച് ഇറങ്ങി അങ്ങ് പോയി. ആ സമയത്ത് ഞാൻ ഒന്നുകൂടി നോക്കി, കൊള്ളാം, ഇദ്ദേഹം നല്ലൊരു ചോയ്സാണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. മാഡം, സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കും ഭർത്താവിനോട് വഴക്കുണ്ടാക്കാതെ അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങ് പോയി നിന്നായിരുന്നെങ്കിൽ എവിടെയെങ്കിലും സ്വതന്ത്രമായിട്ട് കറങ്ങുകയും ചെയ്യായിരുന്നു. ഇവിടെ ഇപ്പോൾ ഞാൻ വന്നു നിൽക്കുന്നത് കൊണ്ട് മമ്മിക്ക് എന്നെ സംശയമാണ്. ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞാൻ വേറെന്തോ കാര്യത്തിന് പോവുകയാണെന്ന് ഡാഡിയോട് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് ഒത്തിരി നിയന്ത്രണങ്ങൾ എനിക്കുണ്ട്. കൂട്ടിലടച്ച പോലെ ഞാൻ ഇരിക്കുകയാണ്. ഈ അങ്കിളിൻ്റെ കൂടെ വല്ല കരാട്ടയോ കുങ്ഫോ വല്ലതും പഠിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു അവസരം കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്കിളെ അവിടെ പെൺകുട്ടികളെ പഠിപ്പിക്കുമോ കരാട്ടയും കളരിപ്പയറ്റും എന്നൊക്കെ? മോൾക്ക് എന്താ ഇഷ്ടം? എന്ത് വേണമെങ്കിലും പഠിക്കാം. അവിടെ ലേഡീസിൻ്റെ ജിം വരെയുണ്ട്. ഒരു കാര്യം ചെയ്യേ, ഈവനിങ്ങിൽ മോൾ പോന്നോളൂ. ഡാഡിയോട് പറഞ്ഞിട്ട് പോന്നാൽ മതി കേട്ടോ. എൻ്റെ നമ്പർ വേണമെങ്കിൽ തരാം, പക്ഷേ ഡാഡിയോട് ചോദിക്കണം. തൽക്കാലം മോളെ പുറത്ത് വിടുന്നില്ലെന്നാണ് മോളുടെ ഡാഡി പറഞ്ഞത്. ഞാനിപ്പോൾ ചോദിച്ചു, അതെന്താ ഡാഡി എങ്ങനെ പറഞ്ഞത്? അതെനിക്കറിയില്ല. മോള് ഭർത്താവുമായിട്ട് അത്ര നല്ല ടൈംസിലല്ലെന്നും ഇവിടെ വന്ന് നിൽക്കുകയാണെന്നും എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്, അത് പറയാൻ പറ്റില്ലെന്നുമാണ് മോളുടെ ഡാഡി എന്നോട് പറഞ്ഞത്. അറിയാമല്ലോ, ഞങ്ങൾ രണ്ടുപേരും നല്ല തിക്ക് ഫ്രണ്ട്സാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ എന്താണെന്ന് ചോദിച്ചതുമില്ല. മോൾ വിഷമിക്കണ്ട, അതൊക്കെ പതുക്കെ ശരിയാകും, എന്ത് പ്രശ്നമാണെങ്കിലും. എന്തായാലും ഡാഡിയോട് ചോദിച്ചിട്ട് എൻ്റെ ജിമ്മിലോ അല്ലെങ്കിൽ പഠിക്കാനൊക്കെ വന്നോളൂ, ഒരു പ്രശ്നവുമില്ല. ഞാനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ സമ്മതിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്പരൊക്കെ തന്നിട്ട് അദ്ദേഹം പോയി. കുറച്ച് ഫ്രണ്ട്സോടും ഉണ്ടായിരുന്നു. അവർ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഡാഡിയോട് കയറി കൊമ്പ് കൊടുത്തു, എന്തിനാണ് ആളുകളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. അപ്പോൾ ഡാഡി പറഞ്ഞു, അവരെൻ്റെ അടുത്ത ഫ്രണ്ട്സാണ്. എൻ്റെ മോളുടെ യഥാർത്ഥ കാര്യം പറയാൻ പറ്റില്ലെങ്കിലും അവൾ വീട്ടിൽ വന്ന് നിൽക്കുന്നതിൻ്റെ ഗുഡൻസെങ്കിലും അവരോട് പറയണം. അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നുണ്ട്. നിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൻ്റെ ഗുണമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അല്ലാതെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ നീ ശരിയല്ലെന്ന് നിൻ്റെ മമ്മി തന്നെയാണ് പറഞ്ഞത്. നിന്നെ സൂക്ഷിക്കണമെന്നും. എൻ്റെ മരുമകൻ നല്ലൊരു പയ്യനാണ്. ഉടനെയൊന്നും നിൻ്റെ വിവാഹമോചനം നടക്കുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട. ഒന്നുകിൽ ഇവിടെ കഴിയുക, അല്ലെങ്കിൽ അവൻ്റെ കൂടെ പോയി ഫ്ലാറ്റിൽ കഴിയുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി പുള്ളി ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എങ്കിൽ പിന്നെ ആ അങ്കിളിൻ്റെ അടുത്ത് ജിമ്മിലോ കുങ്ഫോ വല്ല പഠിക്കാൻ പോയിക്കോട്ടെ എന്ന്. ആ, അത് വേണമെങ്കിൽ പോയിക്കോ, പക്ഷേ അവൻ കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അല്ലാതെ എങ്ങും നീ പോകണ്ട എന്ന് പറഞ്ഞു. ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ലെന്ന് പറഞ്ഞപ്പോൾ, നീ ഇപ്പോൾ കൊച്ചുകുട്ടിയാ, നിന്നെ ഇനിയിപ്പോൾ ഒരു രീതിയിലും കെട്ടഴിച്ചു വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിൻ്റെ കുറേ കറക്ക കഥകളൊക്കെ നിൻ്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി. നിന്നെക്കുറിച്ച് ഞാൻ നന്നായി അന്വേഷിച്ചറിഞ്ഞു. നേരത്തെ ഞാൻ ഓർത്തത് എൻ്റെ മോളല്ലേ പോയിക്കോട്ടെ എന്നാണ്. ഇപ്പം അങ്ങനെയല്ല, നിൻ്റെ ഹിസ്റ്ററി മുഴുവൻ എനിക്കറിയാം. മര്യാദയ്ക്ക് നടന്നോളാം പറഞ്ഞിട്ട് പുള്ളി മുകളിലേക്ക് കയറിപ്പോയി. മാഡം, അതെനിക്ക് ഒരടിയായി. എൻ്റെ കഥകൾ അറിയാവുന്ന ഒത്തിരി പേരുണ്ടല്ലോ. ഡാഡി ഇത് അന്വേഷിച്ചറിഞ്ഞിരിക്കുന്നു. ഇപ്പം ഞാൻ എവിടെ പോയാലും മമ്മിയും കാറെടുത്ത് എൻ്റെ കൂടെ വരും. സ്വതന്ത്രമായിട്ട് എന്നെ വിടില്ല. അപ്പോൾ പിന്നെ പുറത്തു പോകാൻ ഈ ഒരു കാര്യമേ സാധ്യതയുള്ളൂ എന്ന് എനിക്ക് തോന്നി. അങ്കിളിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് പഠിക്കണം കുങ്ഫു എന്ന്. ആ, അതിനെന്താ മോളെ, പക്ഷേ ഡാഡി ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, അങ്കിൾ വന്ന് എന്നെ വിളിച്ചോണ്ട് പോകണമെന്ന്. അതിനെന്താ, കുഴപ്പമൊന്നുമില്ല. ആഴ്ചയിൽ 3 ദിവസമേ ഉള്ളൂ. മോളെ ഞാൻ കൊണ്ടുവരികയും കൊണ്ടുവിടുകയും ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പോകാൻ തുടങ്ങിയത്. അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴുമൊക്കെ ഞങ്ങൾ പലതും പറഞ്ഞ് കൂട്ടായി. അവസാനം പുള്ളി എന്നോട് കാര്യകാരണങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എനിക്കുണ്ടായ പണ്ടത്തെ അനുഭവം, വിവാഹ ജീവിതത്തിലുണ്ടായ അനുഭവം, ഒട്ടും രസമില്ലാതെ പോകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭർത്താവുമായിട്ട് ഒന്നു ചേർന്ന് ജീവിച്ചാലും അത് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒന്നും ആസ്വദിക്കാൻ എനിക്ക് പറ്റില്ല എന്നുള്ള നഗ്ന സത്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. പുള്ളി അത് കേട്ടിട്ട്, ശരിയാണ്, സാധാരണക്കാർക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിലും മോള് പറഞ്ഞത് കാര്യമാണ്. കാര്യം ഉള്ളിൻ്റെ ഉള്ളിലാണല്ലോ എല്ലാം നടക്കേണ്ടത്. ശരിക്കും മോൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഹൈലൈറ്റായിട്ട് തോന്നുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ കാര്യം, എനിക്ക് കറക്റ്റായിട്ടൊരു ടൈമിങ് എവിടെയും കിട്ടുന്നില്ല. രണ്ടാമത്, കാര്യങ്ങളൊന്നും ശരിക്കറിയാവുന്ന ആളല്ല. മൂന്നാമത്തേത്, ഞാൻ പ്രതീക്ഷിക്കുന്ന ഒന്നും അവിടെ ഇല്ല. അത്രയ്ക്ക് മോശമാണ് മോളെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കൈകൾ കൊണ്ട് ഒരു അടയാളം കാണിച്ചു. ഷോ ഇതൊക്കെ മോൾ സഹിക്കുന്നെങ്കിൽ മോൾക്കൊരു അവാർഡ് തരണം. ആണുങ്ങളായി കഴിഞ്ഞാൽ ഇങ്ങനെയല്ല മോളെ, മിനിമം ഇത്രയാണെന്ന് പറഞ്ഞ് പുള്ളി ഒരളവ് കാണിച്ചു. ഞാൻ പറഞ്ഞു, അങ്കിൾ
അതിൻ്റെ നാലിലൊന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ഭർത്താവിൻ്റെ കൂടെ ഫ്ലാറ്റിൽ താമസിച്ചേനേന്ന്. അത് കേട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, നിൻ്റെ ഡാഡി കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് നിൻ്റെ കയ്യിൽ എന്തോ കുഴപ്പമുണ്ടെന്നാണ്. ഇപ്പോൾ നിന്നെ കുറ്റം പറയാൻ എനിക്ക് തോന്നുന്നില്ല. നീ ചെയ്യുന്നത് ശരിയാണെന്ന് പറഞ്ഞു. അന്നാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി എനിക്കൊരു സപ്പോർട്ട് കിട്ടിയത്. ഒരു ദിവസം രാത്രി എല്ലാവരും പതിപോലെ മുകളിലുണ്ടായിരുന്നു. ഡാഡിയുടെ കൂടെ അദ്ദേഹവും പിന്നെ ഒരു 2 ഫ്രണ്ട്സും കൂടെയുണ്ട്. അവർ 4 പേരും കൂടി ഇരുന്ന് അവിടെ എന്തൊക്കെയോ സംസാരിക്കുന്നു. ഞാനാണെങ്കിൽ എൻ്റെ റൂമിലുണ്ടായിരുന്നു. 1-2 പേര് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു. ഡാഡിയും അങ്കിളും മാത്രമാണ് മുകളിൽ. അവർ കുറേ നേരം സംസാരിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നോക്കിയപ്പോൾ മമ്മി നേരത്തെ കയറി കിടന്നു. ഡാഡി എന്തായാലും ഇവരെല്ലാം പോയി കഴിഞ്ഞാലും കുറച്ചു നേരം കൂടി ഒറ്റയ്ക്കിറങ്ങിയിട്ട് മാത്രമേ മമ്മിയുടെ അടുത്തേക്ക് പോവുകയുള്ളൂ. ഞാൻ എൻ്റെ റൂമിൻ്റെ വാതിൽക്കൽ തന്നെ നിന്നു. അങ്കിൾ ഇറങ്ങി വരുന്നത് കണ്ടു. ഞാനപ്പോൾ അടുത്തേക്ക് ചെന്നു. എന്തുണ്ട് മോളെ, നാളെ ഉണ്ട് ക്ലാസ് കേട്ടോ, ഞാൻ കറക്റ്റ് സമയത്ത് വരാമെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. അദ്ദേഹത്തിൻ്റെ ഷർട്ടിന് പിടിച്ച് വലിച്ചു. എന്താ മോളെ കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അദ്ദേഹത്തിൻ്റെ വാ പൊത്തി. എന്നിട്ട് പിടിച്ച് വലിക്കുകയായിരുന്നു എൻ്റെ റൂമിലേക്ക്. അദ്ദേഹം അധികം ഒന്നും പ്രതിഷേധിച്ചില്ല. കാര്യം നല്ല ഫിറ്റാണല്ലോ. എന്തോ മാന്ത്രിക വലയത്തിൽപ്പെട്ടതുപോലെ ഞാൻ പെട്ടെന്ന് തന്നെ ഏരിയ ക്ലിയറാക്കി വാതിലടച്ച് ഭദ്രമായി കുറ്റിയിട്ടു. അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞു റിസ്ക് ആണെന്ന്. ഞാൻ പറഞ്ഞു ഒരു റിസ്ക്കുമില്ല, അങ്കിളിനെ ഞാൻ പുറത്ത് കടത്തും എന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് അദ്ദേഹം കാറിന്ന് മുറ്റത്തല്ലിട്ടിരിക്കുന്നത് പുറത്താണ്. അതൊന്നും ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല. എനിക്ക് ഇത്രയും കാലം പെയ്യാതിരുന്ന പുതുമഴ പെയ്യിക്കാൻ വന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിനോട് എൻ്റെ സമീപനം. എനിക്ക് ഒന്ന് മാത്രമേ നോട്ടമുണ്ടായിരുന്നുള്ളൂ. എല്ലാ പാകപ്പിഴകളും തീർക്കുന്ന ഒരനുഭവം എനിക്ക് വേണം. ആദ്യം അദ്ദേഹത്തിന് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ ട്രബിൾ ഞാൻ മാറ്റിയെടുക്കാൻ ചെന്ന ഞാൻ ഞെട്ടിപ്പോയി. കാര്യം ഞാൻ സ്വപ്നത്തിൽ കണ്ടത് ഇതാ മുന്നിൽ വിരിഞ്ഞു നിൽക്കുന്നു. എൻ്റെ പഴയ 2 കാമുകന്മാരെയും അമ്പെ പരാജയപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അങ്കിളിന് എന്നോടുള്ള സ്നേഹം. ആ സ്നേഹക്കടലിൽ ഞാൻ എത്ര വട്ടം മുങ്ങിത്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ടൈമിനെക്കുറിച്ച് അദ്ദേഹത്തോട് കംപ്ലൈൻറ്റ് ചെയ്തു. ഇത് പക്ഷേ ഓവർ ടൈമാണെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം ഞാൻ വിചാരിക്കുന്ന ഒരാളല്ല. എൻ്റെ പരിധിയിൽ ഒതുങ്ങില്ല. എനിക്ക് എന്തുകൊണ്ട് കിട്ടിയ ഒരു സൗഭാഗ്യം തന്നെയാണ്. സത്യം പറഞ്ഞാൽ എല്ലാം കൊണ്ടും എനിക്ക് ചേർന്ന ആളാണ്. ഞാൻ വിചാരിച്ചതിനേക്കാൾ അധികം ചേർച്ച എനിക്കുണ്ട് മാഡം. ഇപ്പോൾ മിക്ക ദിവസങ്ങളിലും അദ്ദേഹം വരുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും സമയ സൗകര്യമുണ്ടാക്കും. ഭർത്താവിനോട് ഞാനിപ്പോഴും സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് വൈഫും കുട്ടികളുമൊന്നുമില്ല. ഭാര്യ ഉണ്ടായിരുന്നു, ഡൈവോഴ്സിയാണ്, ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. എനിക്കിപ്പോൾ തോന്നുന്നത് എൻ്റെ ഈ വിവാഹബന്ധത്തിൽ നിന്ന് വേർപെട്ട് ഇദ്ദേഹത്തെ വിവാഹം ചെയ്താലോ എന്നാണ്. എങ്കിൽ മാത്രമേ എനിക്ക് കറക്റ്റായി ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു മാഡം. ഇതൊരു കൊള്ളക്കമുണ്ടാക്കും. എൻ്റെ തീരുമാനം നല്ലതായിരിക്കുമോ മാഡം? ഒരിക്കലും നല്ലതായിരിക്കില്ല. സ്നേഹമൊക്കെയാണ്, ഇഷ്ടമാണ്, അല്ലെങ്കിൽ ചേർച്ചയാണ്, അതെല്ലാം സമ്മതിക്കാം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ആവേശം മൂത്ത് 50 വയസ്സുള്ള ഒരാളെ കല്യാണം കഴിക്കാനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിലനിൽപ്പ് അധികമില്ല എന്ന് പറയേണ്ടി വരും. ഈ ആവേശമൊക്കെ അടങ്ങുമ്പോഴേക്കും അതൊരു ബാധ്യതയായിട്ട് മാറും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും വിവാഹമെന്ന സങ്കല്പത്തിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾ കാണിക്കുന്നതിനെ എല്ലാം ഒന്നും എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളോടും ആവേശം കാണിച്ച് പലരും പല രീതിക്കും പോകുന്നുണ്ട്. ആവേശമൊക്കെ ഓക്കെയാണ്, മനുഷ്യർക്ക് ഇഷ്ടങ്ങൾ നടക്കണ്ടേ, വേണം. പക്ഷേ ഇതിൽ വിവാഹം എന്ന് പറയുന്ന കാര്യത്തോട് ഞാൻ അനുകൂലിക്കുന്നില്ല. ഭർത്താവിനെ കുറച്ചുകൂടി സീരിയസ് ആയിട്ടും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സൊക്കെ കൺസിഡർ ചെയ്യേണ്ടി വരും. അല്ലാതെ ഈ ഒരു കാര്യത്തിൽ മാത്രം പൊരുത്തമുണ്ടെന്ന് പറഞ്ഞ് എടുത്തു ചാടരുത്. കാര്യം ജീവിക്കാൻ ഇറങ്ങുമ്പോൾ വേറെ പല പൊരുത്തങ്ങളോടെ വരും. അതൊന്നും ശരിയായില്ലെങ്കിലോ എല്ലാം നമുക്ക് ഈ പറഞ്ഞതുപോലെ പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമേ അതിന് ബുദ്ധിമുട്ട് അറിയുകയുള്ളൂ. അതുകൊണ്ട് വെറുതെ എടുത്ത് ചാടരുത്. ഭർത്താവുമായി യോജിപ്പില്ലെങ്കിൽ അവിവാഹബന്ധം പിരിയാം, അദ്ദേഹത്തിന് തലവേദന കൊടുക്കണ്ട. പക്ഷേ ഈ ചോയ്സ് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ.